ഞാനൊരു ഉപദേശി ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടോ ഒന്നല്ല നിങ്ങളെ ഉപദേശിക്കുന്നത്. ഞാനും വലിയൊരു അപകടത്തിൽപ്പെടാൻ പോയിട്ട് രക്ഷപ്പെട്ട വ്യക്തിയാണ്. അനുഭവത്തിൽ നിന്നാണ്, അറിവിൽ നിന്നാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഹാകുരുത്തക്കേടായിരുന്നു. അന്ന് ഒരു കുറെ ഫ്രണ്ട്സും ഗാങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ കരാട്ടെ കുംഫൊക്കെ പഠിച്ച് നടക്കുന്ന ടീമായിട്ട് നടക്കുന്ന കാലങ്ങള്, ഫൈറ്റും ഇടിയും കുത്തും ഒക്കെ. പിന്നെ ക്ലാസ് കട്ടിയിലൊക്കെ ആയിട്ട് ഇവിടെ ശരിയാവാണ്ടായപ്പോ ഫാദർ എന്നെ ബോംബെയില്, എന്റെ ഒരു അകന്ന ബന്ധുണ്ട്, ഒരു അങ്കിള്, ആളുടെ ഒരു ഹോട്ടലുണ്ട്, ലോഡ്ജ്, അവിടെ കൊണ്ടാക്കി ബോംബെക്കൊന്ന് കാണാനും ഒരു ചേഞ്ച് ഒക്കെ വരാനും. അങ്ങനെ അങ്കിളാണെങ്കിൽ ഇന്നിപ്പോ ദാവൂദ് ഇബ്രാഹിം ആണ് അണ്ടർവേൾഡ്, അന്ന് ആജി മസ്താനായിരുന്നു അണ്ടർവേൾഡ്. പുള്ളിയുടെ ഒക്കെ ഒരു ലെഫ്റ്റ് ഹാൻഡ് പോലത്തെ ഒരാളായിരുന്നു. അപ്പോ ബോംബെ കണ്ടു, അധോലോകം കണ്ടു, അങ്ങനെയൊക്കെ നടക്കുകയായിരുന്നു. അപ്പോ ആ സമയത്താണ് അവിടെ അങ്കിളിന്റെ ഒരു ഏരിയയില്, സ്ട്രീറ്റില് ഞങ്ങള് പോകുമ്പോ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായി, അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ട്. അത് അന്നൊക്കെ ഇങ്ങനെ ഈ ചേരികളിൽ അത് ഇതൊക്കെ ഉണ്ടല്ലോ പല വിഷയങ്ങളും. അപ്പൊ ഞാൻ രണ്ടുപേരെ ഒറ്റയ്ക്ക് ഇടിച്ചു വീഴ്ത്തി. അത് കണ്ടിട്ട് അന്ന് അവിടുത്തെ ഏരിയ, ഈ അണ്ടർവേൾഡിന്റെ ഒരു ഏരിയകളുണ്ടല്ലോ, ലോക്കൽ, അവിടുത്തെ ഒരു ഹെഡ് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയും എനിക്കൊരു ഇൻവിറ്റേഷൻ തരികയും ചെയ്തു. അവരുടെ ഒരു ചെറിയ ടീമിന്റെ ഒരു ലീഡറാക്കി മാറ്റാമെന്നും ദിവസേന 1000 രൂപ, അന്നത്തെ 1000 രൂപ ഇന്നത്തെ 1 ലക്ഷമാണ്. ദിവസവും 1000 രൂപയും ഒരു തോക്കും കൂടെ 6 പേരും. വേറെ ഒന്നല്ല, ഡെയിലി പോയി കൊല്ലുക, കൊട്ടേഷൻ എടുക്കുക. അന്ന് അങ്ങനെയാണ് ബോംബെ. ഒരു 30-35 വർഷം മുമ്പ് ഇന്നത്തെ പോലെയല്ല, ഗുണ്ടായുസമാണ്. അന്ന് കേരളത്തിലും ഗുണ്ടായുസമുള്ള കാലമാണ്. അപ്പൊ എനിക്കിഷ്ടായി, ഞാൻ തയ്യാറായി. കാരണം അന്ന് ഈ സിനിമയൊക്കെ കാണുമ്പോ എനിക്ക് സിനിമയിലെ പോലെ ഒരു ഡോൺ ആവണം, അണ്ടർവേൾഡ് ആവണം, ആക്ഷൻ, ഇതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ബോധമില്ലാത്തതുകൊണ്ട് സിനിമ അനുകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ അത് ഞാൻ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അന്ന് അവിടെ, ആളുമായിട്ട് ഷെയർ ചെയ്തു, മലയാളിയായിട്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ബോബി ഇത് തെറ്റാണ്, ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നീ ചാവും അല്ലെങ്കിൽ നീ അകത്താവും. അതൊന്നും എനിക്ക് ആയില്ല. ചെവി കൊണ്ട്